രാവിലത്തെ നല്ല മട്ടൺ സ്റ്റൂ ആക്കാന്ന് കരുതി. പൊളിയല്ലേ? കുക്കർ വെച്ചിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. കുക്കറിൽ വെള്ളം പറ്റുന്നതിന് മുമ്പ് നമുക്ക് ഉള്ളിയുടെ തൊളിയൊക്കെ അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ വെള്ളമൊക്കെ പറ്റി നമുക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചേക്കാം കേട്ടോ. നമ്മൾ സവോളൊക്കെ കിരുകിരാന്ന് ചെയ്യും. ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല ഒരിക്കലും ഒന്നും ചെയ്യുന്നത്. എല്ലാം അതിൻ്റെ കൂടെ അങ്ങ് ചെയ്യും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാം. കുറച്ച് ഇഞ്ചിയും കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചേക്കാം. വെളുത്തുള്ളിയൊക്കെ നമുക്കിങ്ങനെ ചപ്പ് എന്നൊക്കെ ടപ്പട്ട എന്നൊക്കെ ഇട്ട് ശരിയാക്കാം. അതിൻ്റെ കുറച്ച് ഏലക്കായും കുറച്ച് പട്ടയും മാത്രമേ ഞാനിതിലിടുന്നുള്ളൂ. നമ്മുടെ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് കിരുകിരാന്നാക്കി നമ്മൾ എന്തിനു പോണു? നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കാം. ഇതിലേക്ക് നമ്മുടെ വട്ടറൊക്കെ ഇട്ടിട്ട് പൊട്ടൊക്കെ ഇച്ചിരി കുരുമുളകാണല്ലോ കൂടുതൽ വെക്കേണ്ട സാധനം. കുരുമുളക് ഇട്ടിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നത്? മസാലയൊക്കെ ഇട്ടേക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു പിടി കാഷ്യൂ കുറച്ച് വെള്ളത്തിൽ ഇട്ടേക്കാം കേട്ടോ നമ്മുടെ കുക്കർ. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ഇതിന് കൂട്ടാൻ കുറച്ച് ഇടിയപ്പം കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. ആ ഒരു കുക്കർ ഇങ്ങനെ മാറുന്ന വരെ. സത്യത്തിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ കാണുമ്പോൾ വലിയ ഈസിയാണ്. അത്ര ഈസി ഒന്നും അല്ലായിരുന്നു. ഇതൊക്കെ ആണുങ്ങൾക്ക് പറ്റിയ പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കാൻ. എന്നിട്ട് ആണുങ്ങൾ ചുമ്മാ തിന്നാൻ വേണ്ടിയിരിക്കും. പാവം അമ്മച്ചിമാരെ കഷ്ടപ്പെടും. എൻ്റെ പൊന്നടവേ, ഒരു ഇടിയപ്പം ഉണ്ടാക്കാൻ ഇത്രയും കഷ്ടപ്പാട്. എൻ്റെ ആരോഗ്യം മുഴുവൻ നശിച്ച് ഈ ഇടിയപ്പം. പിന്നെ അതേടെ അടുപ്പത്ത് കൊണ്ട് വെക്കട്ടെ. അതിൻ്റെ ബാക്കി കാണിക്കാൻ വേറെ വീഡിയോ ഇല്ല. സത്യത്തിൽ ഞാനിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കിടന്നുകൊണ്ടാണ് ആ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് റെക്കോർഡായില്ലാന്ന് തോന്നുന്നു. ആർക്കെങ്കിലും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ? എന്നാൽ എനിക്കിപ്പോൾ അബദ്ധം പറ്റി. അപ്പോൾ എപ്പോഴും റീചെക്ക് ചെയ്യാം. എനിവേ എൻ്റെ സ്റ്റൂ അവിടെ ബാക്കി അവിടെ എവിടെയോ ഉണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമായിരിക്കും, എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ മനസ്സിലൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു സ്റ്റൂ ഉണ്ടാക്കിയിട്ട് അടിയിൽ കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും. നല്ലൊരു ക്രിസ്മസ് ജിതയുടെ വക. ബൈ. നമ്മുടെ മട്ടനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടുക് പൊട്ടിച്ചേക്കാം. നല്ല മട്ടനൊക്കെ നന്നായിട്ട് വെന്തുന്നുണ്ട്. മതി ഡാൻസ് കളിച്ചത്. നല്ലൊരു ഡാൻസ്. അപ്പോൾ നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് വയറ്റി